എല്ലാവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. 10th പ്രിലിംസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെയും ഉദ്ദേശിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു റിവിഷൻ എടുക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ 1/2 പ്ലസ് 1/2 ഡിവൈഡഡ് ബൈ 1/2 ഇതിൻ്റെ വില എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് നമുക്ക് ബോഡ്മാസ് നിയമം വെച്ച് വേണം ചെയ്യാൻ. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ആ ക്രമത്തിൽ വേണം ഇത് ചെയ്യാൻ. ഇവിടെ ഡിവിഷനും ഉണ്ട് അഡീഷനും ഉണ്ട്. അപ്പോൾ ഡിവിഷൻ ഒന്ന് ചെയ്യണം. ഹാഫ് പ്ലസ് ഹാഫ് ഡിവൈഡഡ് ബൈ ഹാഫ്, അര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. ഇവിടെ എന്ത് വരും? ഇവിടെ 1 വരും. പിന്നെ ഇവിടെ ഒരു പ്ലസ് അരയുണ്ട് ഇങ്ങോട്ട്. ഇത് മാത്രം ചെയ്യുമ്പോൾ 1 വരും. അതിൻ്റെ കൂടെ അര കൂട്ടുക. 1 പ്ലസ് അര 1/2. അപ്പം ഇതൊരു മിശ്ര ഭിന്നമാണ്. മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കാൻ നമുക്ക് ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 1ഉം 2ഉം കൂടെ ഗുണിച്ചിട്ട് ആ മുകളിലുള്ള സംഖ്യ കൂട്ടുക. 1/2. അതായത് 1 × 2 2 പ്ലസ് 1/2 3/2 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം, 3/2. ഭിന്നസംഖ്യകൾ മാത്രം ഒരു ലോങ് വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ്. മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കാനും വിഷമഭിന്നത്തെ മിശ്രഭിന്നമാക്കാനും എല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ബോഡ്മാസ് നിയമം വെച്ച് വേണം ചെയ്യാൻ. 1/2 പ്ലസ് 1/2 ഡിവൈഡഡ് ബൈ 1/2. ഈ ഡിവിഷൻ ഒന്ന് ചെയ്യണം. 1/2 ഡിവൈഡഡ് ബൈ 1/2 സെയിം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. അര വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം ആണെങ്കിൽ 1. അപ്പോൾ അര ഉണ്ടായിരുന്നു, ഇവിടെ അര പ്ലസ് 1, അതായത് 1/2. 1/2 എന്ന് പറയുന്ന ഒരു മിശ്ര ഭിന്നമാണ്. അത് മാറ്റിയിട്ട് വിഷമ ഭിന്നത്തിലാണ് നമുക്ക് ഓപ്ഷനിൽ തന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് മാറ്റണം. ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 1 × 2 പ്ലസ് മുകളിലുണ്ടായിരുന്നു 1/2, അതായത് 1 × 2 2 പ്ലസ് 1/2, അതായത് 3/2 കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി 2 × x 3 കൊടുക്കുക. 3² മൈനസ് 3 × 3 മൈനസ് 9. ഇവിടെ ഉണ്ടായിരുന്നു 9. 2x². എക്സിനെല്ലാം 3 കൊടുക്കുന്നു. എക്സിൻ്റെ അവിടെ 3² മൈനസ് 3 × എക്സിൻ്റെ അവിടെ 3 മൈനസ് 9. എക്സ് ഉള്ള സ്ഥാനത്തെല്ലാം 3 വില കൊടുത്താൽ മതി. അപ്പോൾ 2 × 9 മൈനസ് 3 × 3 9 മൈനസ് 9. 2 × 9 എത്ര വരും? 18. ഈ -9 -9 രണ്ടും മൈനസ് വന്നാൽ രണ്ടും കൂടെ കൂട്ടി മൈനസ് ചിഹ്നം കൊടുത്താൽ മതി. 18 മൈനസ് 18 0 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം, 0 വരും. ഈ എക്സ് ഉള്ളിടത്തെല്ലാം അങ്ങ് 3 ഇട്ട് കൊടുത്താൽ മതി. 2x² മൈനസ് 3x മൈനസ് 9. 2 × 3² എക്സിൻ്റെ അവിടെ 3 3² മൈനസ് 3 × x 3 മൈനസ് 9. അപ്പം 2 × 9 3² 9. 2 × 9 മൈനസ് 9 3 × 3 9 മൈനസ് 9. 2 × 9 18 മൈനസ് 9 മൈനസ് 9 രണ്ടും കൂടെ കൂട്ടി മൈനസ് ചിഹ്നം ഇടുക. 2 മൈനസ് 1 18 മൈനസ് 18 0 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. സ്ക്വയർ റൂട്ട് ഓഫ് 0.0081 റൂട്ടിനകത്തുള്ള ഡെസിമൽ ദശാംശ സംഖ്യ റൂട്ട് കാണാൻ 81ൻ്റെ നമുക്കറിയാം 9 ആണെന്നറിയാം. 81ൻ്റെ 9 ആണെന്നറിയാം. 9 അങ്ങ് എഴുതുക. ഇവിടെ പോയിന്റിനകത്ത് 4 സ്ഥാനം ഉണ്ടെങ്കിൽ നമ്മുടെ ഉത്തരത്തിൽ അതിൻ്റെ നേരെ പകുതി 2 സ്ഥാനം ഉണ്ടാകും. ഇവിടെ 4 സ്ഥാനം ഉണ്ടായതുകൊണ്ട് 9 എഴുതുക. ഇവിടെ 2 സ്ഥാനം ഇല്ലാത്തതുകൊണ്ട് ഒരു 0 കൂടെ ഇട്ട് കൊടുത്തിട്ട് പോയിന്റ് ഇടുക. 0.0 ഓപ്ഷൻ എ ആണ് ഉത്തരം. ഈ 6.017 പ്ലസ് 0.617 പ്ലസ് 6.0017 അത് നേരെ താഴെ എഴുതി അങ്ങ് സാധാരണ കൂട്ടും പോലെ കൂട്ടിയാൽ മതി. പോയിന്റ് എല്ലാം നേരെ വരണം. 7 7 7 14 1 15 1 1 2 ശിഷ്ടം 1 3 6 6 0 0 6 6 6 12 12.635 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വെറുതെ താഴെ ഡെസിമൽ നേരെ പോയിന്റ് നേരെ ആക്കിയിട്ട് അങ്ങ് കൂട്ടിയാൽ മതി. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിലെ ഏറ്റവും വലിയ സംഖ്യ ഏത്? അതായത് എണ്ണൽ സംഖ്യകൾ ഓരോന്ന് കൂടിയാണല്ലോ വരുന്നത്. x പ്ലസ് 1 x പ്ലസ് 2 x പ്ലസ് 3 x പ്ലസ് 4 ഇതാണെന്നിരിക്കട്ടെ എണ്ണൽ സംഖ്യകൾ. അതിൻ്റെ തുക അതായത് x 1 2 3 4 5. അപ്പോൾ ഇതിൻ്റെ തുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടും. x പ്ലസ് 1 പ്ലസ് x പ്ലസ് 2 പ്ലസ് x പ്ലസ് 3 പ്ലസ് x പ്ലസ് 4 ഇത്രയെന്ന് പറയുന്നത് 300 ആണെന്ന് തന്നിട്ടുണ്ട്. എക്സ് എത്ര തവണ വന്നു? 1 2 3 4 5 5x 5 തവണ x 5x പ്ലസ് പിന്നെ ഇവിടെ എന്തുകൊണ്ട് 1 2 1 3 3 3 6 6 4 10
5x പ്ലസ് 10 എന്ന് പറയുന്നത് 300. അതായത് 5x എന്ന് പറയുന്നത് 300 മൈനസ് 10, ഈ പ്ലസ് 10 ഇപ്പുറം വരുമ്പോൾ മൈനസ് 10, 290. അപ്പോൾ 5xൻ്റെ വില 290. അപ്പോൾ എക്സിൻ്റെ വില എന്ത് കിട്ടും? 290/5. 290നെ 5 വെച്ച് ഹരിക്കുക. 5 5 25 40 58. എക്സിൻ്റെ വില 58 വരും. എക്സിൻ്റെ വില 58 ആകുമ്പോൾ ഇതിലേക്ക് ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് ഏറ്റവും വലതുവശത്തുള്ള 58 + 4. ഏറ്റവും ചെറുതായി ചോദിച്ചെങ്കിൽ എക്സിൻ്റെ വിലയും എഴുതിയാൽ മതി. എക്സ് ആണ് ഏറ്റവും അടുത്ത് ഭാഗത്തുള്ളത്. അപ്പോൾ 58 + 4 62 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യാ ജോഡികളിൽ തുക 1 വരാത്തത് ഏത്? ആദ്യത്തെ ചോദ്യം 1/2 + 1/2 അരേ 1 നമുക്കറിയാം. അല്ലെങ്കിൽ = 1 + 1/2 ഛേദം ഒരുപോലെ 2/2 1 വരും. ഇനി 2/3 അടുത്ത ജോഡി ഏതാ? 2/3 + 1/3. ഇവിടെ ഛേദം 1 ആയതുകൊണ്ട് വെറുതെ കൂട്ടി എഴുതുക. 2 3 2 3 1. അപ്പം 3 3 കിട്ടും. 2 + 1/3 3/3 1 അപ്പോൾ അതല്ല. 4/11 + 5/11 അതായത് 4 + 5/11 9/11 അതാണ് ഉത്തരം. ബാക്കി എല്ലാം 1 കിട്ടും. പിന്നുള്ളത് ഏതാ? 7/15 + 8/15 അതായത് 7 വെറുതെ കൂട്ടി എഴുതിയാൽ മതി. ഛേദം ഒരുപോലെ 7 + 8/15 15/15. ബാക്കി എല്ലാ ജോഡികൾക്കും 1 കിട്ടും തുക. ഇത് മാത്രം 9/11 കിട്ടുന്ന. ഓപ്ഷൻ സി ആണ് ഉത്തരം. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ അനുവിൻ്റെ റാങ്ക് 20 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവസാന റാങ്കിൽ നിന്നും അനുവിൻ്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ആകെ ഉള്ളതിൽ നിന്ന് അനുവിൻ്റെ റാങ്ക് കുറച്ചിട്ട് ഒന്നുകൂടെ കൂട്ടിയാൽ മതി. 50 ൽ 20 30 31 31. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ സമാന ബന്ധം വേണം. 5:126 = 9:-- അതായത് 5:126 എന്ന് പറയുന്നത് 5³ + 1. അതേ സമാന ബന്ധം വേണം ഇവിടെ എഴുതാൻ. 9:9³ + 1 അതായത് 9³ 93 ആണോ ഗുണിക്കുന്നത്. 729 + 1 730 പേര്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇത് സമാന ബന്ധം 5:5³ + 1 അതേ ബന്ധം 9:9³ + 1. ഇവിടെ 2/3 + എക്സിൻ്റെ വില 5/6 ആയാൽ എക്സ് കാണുക. അപ്പോൾ എക്സ് = 5/6. ഈ 2/3 ഇനി വലത്ത് സൈഡിൽ വരുമ്പോൾ അതിൻ്റെ ചിഹ്നം അങ്ങ് മാറും. 2/3. അപ്പോൾ 3ൻ്റെയും 6ൻ്റെയും LCM കാണുക. 3ൻ്റെയും 6ൻ്റെയും അല്ല ഇതിനെ അങ്ങ് 6 ആക്കിയാൽ മതി. ഈ ഛേദത്തെയും കൂടെ 6 ആക്കുക. അപ്പോൾ ഈ 2/3നെ 6 ആക്കണം. 5/6 അങ്ങനെ തന്നെ എഴുതുക. 2/3നെ 6 ആക്കണമെങ്കിൽ താഴെ മുകളിലും 2 ഇട്ട് ഗുണിച്ചാൽ മതി. -4/6 5/6 - 4/6 ഛേദം ഒരുപോലെ ആയതുകൊണ്ട് 5 - 4/6 അതായത് 1/6 കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അല്ലെങ്കിൽ ഇതിൻ്റെ LCM കാണും. 6 3 6. അപ്പോൾ LCM പോലെ ആക്കുക മറ്റേ ഛേദം. ഇവിടെ 6ൻ്റെയും 3ൻ്റെയും LCM കാണും. 3 2 1 6 വരും. അപ്പോൾ ഇവിടെ 2/3നെ LCM പോലെ അങ്ങ് ആക്കിയാൽ മതി. ഇത്രയും കൂടെ LCM എത്ര കിട്ടും? 6. അത് ഇവിടെ അങ്ങ് എഴുതുക. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന സംഖ്യ എഴുതുക. 5 ഗുണം ഇവിടെ 6 ആയതുകൊണ്ട് ഒന്നും വേണ്ട. അതങ്ങനെ തന്നെ അങ്ങ് എഴുതിയാൽ മതി. 5 ഗുണം 1. 6 ആയതുകൊണ്ട് ഒന്നും എഴുതണ്ട. മൈനസ് ഇവിടെ 2 ഗുണം ലസാഗു കിട്ടാൻ എത്ര വേണം അത്രയാക്കണം. അല്ലെങ്കിൽ ഈ 2 ഛേദത്തെയും LCM പോലെ അങ്ങ് ആക്കിയാലും മതി. അതായത് 6 തന്നെ ആയതുകൊണ്ട് ഒന്നും ചെയ്യണ്ട. LCM ആണ്. ഇവിടെ 2/3നെ ഛേദം 6 ആക്കാൻ വേണ്ടി താഴെ മുകളിലും 2 ഇട്ട് ഗുണിച്ചാലും മതി. അതാ കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ 5/6 അങ്ങനെ തന്നെ എഴുതാം. മൈനസ് ഈ 2/3നെ ഛേദം 6 ആക്കണം. LCM ആക്കണം. എന്ത് ചെയ്യണം? താഴെ മുകളിലും 2 ഇട്ട് ഗുണിച്ചാൽ മതി. 3 ഗുണം 2 വരണമല്ലോ. 5/6 മൈനസ് 2 ഗുണം 2 4/6 സമം 5 - 4/6 സമം 1/6. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി നമുക്ക് 0.4444 എക്സെട്ര എന്ന് പറയാം. 4 ആവർത്തക ദശാംശം 4/1 സംഖ്യ ആവർത്തിച്ചതുകൊണ്ട് 9. 2 സംഖ്യ ആവർത്തിച്ചതെങ്കിൽ 99. 0.414141 അങ്ങനെ അത് വന്നെങ്കിൽ 41/99. ഇവിടെ ഇപ്പോൾ 0.2222 എക്സെട്ര ആണെങ്കിൽ 2/9. 2 മാത്രം ഒരു സംഖ്യ ആവർത്തിച്ചുകൊണ്ട് 9. ഇവിടെ നമുക്ക് 0.44 അതിൻ്റെ റൂട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുക്കുക. 4ൻ്റെ റൂട്ട് എത്ര? 2. 9ൻ്റെ റൂട്ട് എത്ര? 3. 2/3. 2/3 2നെ 3 വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? പറ്റാത്തതുകൊണ്ട് പോയിൻ്റ് എടുത്ത് കൊടുത്തു. 0.6666 എന്ന് വരും.
അതായത് ഓപ്ഷൻ എ ആണ് ഉത്തരം. 2നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ച് വരും. 0.6666 എക്സെട്ര വരും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കോമ്പറ്റേറ്റീവ് എക്സാംസിന്, കമ്പനി ബോർഡ്, ജസ്റ്റ് 10th പ്രിലിംസ് എക്സാംസിന് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ശ്രീമാസിൽ 2300 പരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ധാരാളം വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.